വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹനില. അപ്പോൾ ഇന്ന് ഞാൻ സാരി ഡ്രേപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ട സമയത്ത് ഫുൾ വീഡിയോ വേണമെന്ന് വെച്ചിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഫുൾ വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെയാണ് സാരി ഡ്രേപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്യത്തിൽ എനിക്ക് ഒരുങ്ങാൻ വളരെ മടിയാണ്. പിന്നെ ഞാൻ കരുതി ഒരാൾ കമൻറ്റ് ചെയ്തു, പിന്നെ ഇന്ന് എൻ്റെ കുട്ടിയുടെ സ്കൂളിൽ ഓണാഘോഷ പരിപാടിയാണ്, അപ്പോൾ അതിന് പോകണോ വേണ്ടോ എന്നുള്ള ചിന്തയും കൂടെ ആയിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു, ആൾ കമൻറ്റ് ചെയ്ത് അപ്പോൾ അയാൾക്ക് വേണ്ടി എന്തായാലും സാരി ഡ്രേപ്പിംഗ് ചെയ്യാം. അങ്ങനെ സാരി ഡ്രേപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഓണാഘോഷത്തിന് പങ്കെടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. സാധാരണ ഞാൻ ഒരുങ്ങാനായിട്ട് നിൽക്കില്ല, എനിക്ക് വളരെ മടിയാണ്. വീഡിയോ ചെയ്യാനാണെങ്കിലും ഒരുങ്ങാനാണെങ്കിലും വളരെ മടിയാണ്. പണ്ടങ്ങനെ ഇല്ലായിരുന്നു, ഇപ്പം മനസ്സിനൊരു സുഖമില്ലാത്ത കൊണ്ടാണ് ആ ഒരു രീതിയിൽ മാറിയത്. അപ്പോൾ ഇന്ന് ഞാൻ ശരി എന്തായാലും കുട്ടിയുടെ സ്കൂളിലേക്ക് പരിപാടിക്ക് പങ്കെടുക്കാം, ഇനിയൊരു അവസരം കിട്ടില്ല, അവളും കുറേ നിർബന്ധിച്ചു. അപ്പം ഞാൻ ശരി വീഡിയോ ആയിട്ട് സത്യത്തിൽ ഞാൻ ഉടുക്കാൻ ഉദ്ദേശിച്ച സാരി ഇതല്ലായിരുന്നു, ഒരു ബ്ലൂ ബ്ലൗസ് ആയിരുന്നു. അപ്പോൾ ചേച്ചിക്കത് ഇത് ചേച്ചിക്ക് കൊടുക്കാനായിരുന്നു ഇരുന്നത്. പക്ഷേ അവൾക്ക് എൻ്റെ ബ്ലൗസ് എല്ലാം ടൈറ്റാണ്. അങ്ങനെ ഞാൻ അവൾക്ക് എൻ്റെ സാരി അങ്ങനെ ഒപ്പിച്ചു കൊടുത്തു. അതായത് അവൾക്ക് വേറെ ബ്ലൗസ് സെറ്റാക്കി, സാരി സെറ്റാക്കി. അപ്പോൾ എൻ്റെ സാരി ആ ഒരു ബ്ലൗസിനുള്ള സാരി ആയിരുന്നു അത്. അപ്പോൾ ശരി എന്നുകൊണ്ട് ഞാൻ ഇത് കൊടുത്തു. എനിക്ക് പിന്നെ എൻ്റെ ബ്ലൗസ് തന്നെയാണ് ഇത്. അവൾക്ക് ബ്ലൗസൊന്നുമില്ല. ഒന്നാമത് അവൾക്ക് സാരി ഇഷ്ടമല്ല, ഉടുക്കാറുമില്ല, അറിയുമില്ല. അപ്പോൾ ഞാനാണ് അവൾക്ക് കൊടുത്തത്. അങ്ങനെ ഞാനും സാരി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഓൾറെഡി പ്ലേറ്റ് അവൾക്ക് വേണ്ടി ഉടുക്കാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, മുന്താണി. അപ്പം ഞാൻ അത് അങ്ങനെ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഡ്രേപ്പ് ചെയ്തു, ഷോൾഡറിൽ വെച്ചു. പിന്നെ പ്ലേറ്റ് നമ്മൾ കൃത്യമായിട്ടിങ്ങനെ ലെയറായിട്ട് വെച്ചിട്ടാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യാറ്. അപ്പോൾ കുറച്ച് ഭംഗിയിൽ അങ്ങനെ വിരിഞ്ഞ് നിൽക്കും. പൊതുവേ ഞാൻ ഓഫീസിൽ ഇതുപോലെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഞാൻ സാരി ഉടുക്കും. സത്യം പറഞ്ഞാൽ ഒരു സാരി ഉടുക്കുമ്പോഴാണ് ഒരു ഫെമിനിറ്റി തോന്നുന്നത്. നമുക്ക് ഏത് ഡ്രസ്സിനേക്കാളും കൂടുതൽ കംഫർട്ടബിൾ സാരി ആയിരിക്കും. കാരണം സാരി ഉടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതായത് മസ്കുലിനിറ്റി തോന്നില്ല, നല്ലോണം ഫെമിനിറ്റി ഉണ്ടാവും. അപ്പോൾ എൻ്റെ സാരി ഉടുക്കൽ കണ്ട് തന്നെ ഒരുപാട് പേര് എന്നോട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഓഫീസിൽ നടന്നു പോകുന്ന സമയത്ത് ചേച്ചിമാരൊക്കെ എൻ്റെ സാരി ഉടുക്കണം കണ്ടിട്ട് നന്നായി ഉടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ എന്നോട് മിങ്കിളായിട്ടുണ്ട് ഈ ഒരു സാരി ഡ്രേപ്പിങ്ങിൻ്റെ വഴി. അതുപോലെ തന്നെ ഒരു ബ്യൂട്ടീഷ്യൻ്റെ ഒരു ഗേൾ ഉണ്ടായിരുന്നു. അവളിങ്ങനെ എൻ്റെ സാരി ഉടുക്കൽ കണ്ടിട്ട് അവൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചു. കാരണം അവൾ വെഡ്ഡിങ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അവൾക്ക് സാരി ഉടുക്കാൻ അറിയില്ല, ഇപ്പോഴും എങ്ങനെ ഇടണമെന്ന് അറിയില്ല, അനിലൊന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉടുക്കാൻ പഠിപ്പിച്ചു തരാം, പക്ഷെ ഞാൻ വെഡ്ഡിങ് വർക്ക് ചെയ്യാൻ വരുന്നില്ല, കാരണം എനിക്കൊരു മടിയാണ്. കാരണം അവളുടെ വർക്കിന് ഞാൻ സാരി ഡ്രേപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ട്രാൻസാന്ന് അറിയുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമല്ലോ എന്നറിയില്ല. അപ്പം നിൻ്റെ വർക്ക് കൂടെ മോശമാവണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. പക്ഷെ അവൾ പറയാം അതൊന്നും കുഴപ്പമില്ല വാ എന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരു ടെൻഷനാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഏറ്റെടുത്തില്ല, ഞാനത് ഒഴിവാക്കി. അതുപോലെ തന്നെ എൻ്റെ ഓഫീസിലാണെങ്കിലും എല്ലാവർക്കും എൻ്റെ സാരി ഡ്രേപ്പിംഗ് ഇഷ്ടമാണ്. അതായത് നമ്മളിൽ നിന്നാണ് ഓരോ ടിപ്സുകൾ പഠിക്കുന്നത്. ഞാനും അതുപോലൊക്കെ തന്നെയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ കുഞ്ഞുകാലം മുതലേ അമ്മ ഉടുക്കുന്നത് കണ്ടിട്ടാണ് പഠിച്ചത്. അങ്ങനെ നമ്മൾ ആ ഒരു 14 വയസ്സിലൊക്കെ ഞാൻ സാരി ഉടുക്കുമായിരുന്നു. ഫീമെയിൽ ആർട്ടിസ്റ്റായിട്ടൊക്കെ സ്കൂളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് ഡെവലപ്പായി ഞാൻ പഠിച്ചതിന് ഫാഷൻ ഡിസൈനിങ് ആണ്. അപ്പം നമ്മൾ ഓരോ ടിപ്സുകൾ അങ്ങനെ പഠിച്ചിട്ട് അത്രയും ബെറ്റർ ആയത്. അപ്പോൾ എല്ലാവർക്കും അതുപോലെ തന്നെയാണ്. സ്റ്റാർട്ടിങ് കൊടുക്കാൻ പ്രയാസം ഉണ്ടാവും. പിന്നെ നമുക്ക് ഫാഷൻ ഡിസൈനിങ് കൂടെ കഴിഞ്ഞതുകൊണ്ട് സാരി ഇങ്ങനെയല്ല പല രീതിയിൽ ഡ്രേപ്പ് ചെയ്യാനായിട്ട് എനിക്കറിയാം. ഒട്ടുമിക്ക ഡ്രേപ്പിസ്റ്റുകളും അതുപോലൊക്കെ തന്നെയാണ്, വെറൈറ്റി സ്റ്റെപ്പിലും സ്റ്റൈലിലൊക്കെ സാരി ഡ്രേപ്പ് ചെയ്യും. അപ്പം ഞാൻ എൻ്റെ ഓഫീസിലേക്ക് ഞാൻ പല രീതിയിൽ സാരി ഉടുത്തിട്ട് പോകാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും പറയും. അതുപോലെ തന്നെ ഓഫീസിൽ 1-2 പേർക്കൊക്കെ ഞാനിങ്ങനെ കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് ടെൻഷനാണ് അവർക്ക് കൊടുക്കുമ്പോൾ. കാരണം ഓഫീസിൽ ചില വ്യക്തികൾ എന്നെ ആൺകുട്ടിയായിട്ട് തന്നെയാണ് കാണാറ്. അപ്പോൾ എനിക്കൊരു ടെൻഷനാണ്. ഞാനൊരു പെൺകുട്ടിക്ക് ഇതുപോലെ കൊടുക്കുമ്പോൾ അവൾക്ക് സാരി ഉടുക്കാൻ അറിയില്ല, എന്നെ അവൾ പെണ്ണായിട്ട് തന്നെയാണ് കാണാറ്. കാരണം അവൾ തിരിച്ചറിഞ്ഞില്ലായിരുന്നു. പക്ഷെ പിന്നീട് അറിയായിരുന്നു കേട്ടോ, ഞാൻ സാരി കൊടുക്കുന്ന സമയത്ത് അവൾക്ക് അറിയാം ഞാൻ മാറിയതാണെന്നുള്ളത് അറിയാം. പക്ഷേ സ്റ്റാർട്ടിങ് മുതൽ അവൾ എന്നെ ആ രീതിയിൽ അവൾ പെണ്ണായിട്ട് തന്നെയാണ് കാണാറ്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ എനിക്കൊരു ടെൻഷനായിരുന്നു. എൻ്റെ കൈയൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു. കാരണം ചേച്ചിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്,
പക്ഷേ സാർ എന്നെ ആൺകുട്ടിയായിട്ട് കാണാം. സാറ് എങ്ങാനും തെറ്റിദ്ധരിക്കും. കാരണം ഞാനിങ്ങനെ സാരി ഡ്രസ്സ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കാറ്. എന്നിരുന്നാലും സാറ് തെറ്റിദ്ധരിക്കും എന്നുള്ള മൈൻഡൊക്കെയാണ് എനിക്ക്. അങ്ങനെ സാരി ഫിനിഷ് ചെയ്ത് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ച്. പിന്നെ അടുത്തതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാല. ഇത് സത്യം പറഞ്ഞാൽ ഈ ഓണക്കോടി എൻ്റെ 2 കൊല്ലം മുമ്പുള്ള ഡ്രസ്സാണ്. ഞാൻ ഈ തവണ എടുത്തില്ല. എനിക്ക് ഒന്നാമത് ഇൻട്രസ്റ്റ് ഇല്ല. മനസ്സിന് ഞാൻ പറഞ്ഞില്ല ഹാപ്പിനെസ് ഒന്നുമില്ല. ഇത് 2 കൊല്ലം മുമ്പ് ഓണത്തിന് ഇതുപോലെ ഓഫീസിലെടുത്ത ഡ്രസ്സാണ്. മുന്താണിയിൽ ഡിസൈൻസ് ഉണ്ട്, പിന്നെ താഴെ ഒന്നും ഡിസൈൻസ് ഇല്ല. പിന്നെ ഈ പച്ച മാല സെപ്പറേറ്റ് വാങ്ങിയതാണ്. പിന്നെ കമ്മൽ സെപ്പറേറ്റ് ആണ്. മാലയും കമ്മലും സെപ്പറേറ്റ് ആണ്. അതിൻ്റെ കൂടെ ഒരു കമ്മലുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ ഈ പാദസരം മുത്തിൻ്റേതാണ്, എനിക്കിഷ്ടമാണ്. അതുപോലെ ഈ പറഞ്ഞ പോലെ എൻ്റെ മാലയാണെങ്കിലും കമ്മലാണെങ്കിലും ഈ പാദസരമാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഇടാനൊക്കെ കൊടുക്കുമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഞാനിത് വാങ്ങിയിട്ട് തന്നെ ഒരു 4 കൊല്ലമായി. ഞാൻ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യാറില്ല. സാരി ഉടുക്കുമ്പോൾ മാത്രമേ ഞാൻ പാദസരം യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ അയച്ചു വയ്ക്കും. എനിക്ക് ഇഷ്ടമല്ല കിടക്കുന്ന സമയത്ത് എല്ലാം കമ്മൽ വള മാലയൊക്കെ ഫ്രീ ആയിട്ടിരിക്കണം. എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് അങ്ങനെ ഇടാറില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ അയച്ച് വെച്ചിടും. അങ്ങനെയാണ് അങ്ങനെ പാദസരം ഇട്ട്. ഇന്ന് ആദ്യമായിട്ടായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം. സത്യം പറഞ്ഞാൽ ഒരുങ്ങുന്നത് തന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ്. പിന്നെ ഞാൻ സാധാരണ സ്റ്റിക്കർ പൊട്ടാണ് വയ്ക്കാറ്. ഇന്ന് ചാന്ത് പൊട്ട് യൂസ് ചെയ്ത് എടുക്കാൻ മടിച്ചിട്ടാണ്. കുട്ടിയുടെ ചാന്ത് പൊട്ടാണ്. കുറച്ച് അത്യാവശ്യം സൈസിൽ വെക്കണം, എന്നാലേ എനിക്കൊരു ഫെമിനിറ്റി തോന്നുള്ളൂ. മുമ്പൊക്കെ ഞാൻ ത്രെഡ് ചെയ്യായിരുന്നു, ഇപ്പോൾ ത്രെഡ് ചെയ്യലില്ല. അങ്ങനെ തലമുടി അഴിച്ച് ചെയ്യുകയാണ്. ഞാൻ കുളിച്ചിട്ട് വന്നിട്ടാണ് ഡ്രസ്സ് ചെയ്തത്. അപ്പോൾ തലയിൽ കുറച്ച് ഈർപ്പമുണ്ട്. ഇപ്പോൾ ഇത്രയൊക്കെ ആണെങ്കിൽ എനിക്ക് എൻ്റെ ഒറിജിനൽ ഹെയർ ഇതാണ്. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രത്തോളം ഹെയർ വന്നു. പെട്ടെന്ന് വളർന്നിട്ടുണ്ട് എൻ്റെ മുടി. മുമ്പ് നല്ലോണം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത്യാവശ്യം വളർന്നു. കാരണം 1 കൊല്ലം പോലും ആയിട്ടില്ല. നമ്മളുടെ ബാക്കിൽ കുറച്ച് കാണുന്ന രീതിയിലായി. നമുക്ക് ഇത്രത്തോളം മുടിയായതുകൊണ്ട് എക്സ്റ്റൻഷനൊക്കെ വെക്കാം. പിന്നെ ഞാനങ്ങനെ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാറില്ല. പിന്നെ വള ഈ പറഞ്ഞ പോലെ ഞാൻ ഒറ്റ വളയാണ് ഇടാറ്. അതെൻ്റെ ചേച്ചി എടുത്തു. പിന്നെ ഈ സാരി വലിയ സിമ്പിളല്ലേ, അതായത് ഫുള്ള് പ്ലെയിൻ അല്ല, മുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ കൈ നിറയെ വളയിട്ടു. സാധാരണ ഒറ്റ വളയാണ് എല്ലാ സാരിക്കും ഇടാറ്. ഈ ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ പ്രിൻ്റഡ് ഒന്നും ഇല്ലാത്തതിനൊക്കെ ആണെങ്കിൽ വള കുറച്ച് ഞാൻ ഹെവി ആയിട്ട് ഇടും. ഒന്നാമത് വളയില്ലായിരുന്നു, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു, ഒന്ന് ഒരുങ്ങാമെന്ന് കരുതി. സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങുന്നത്, അല്ലെങ്കിൽ ഞാൻ വല്ല ചുരിദാർ ഇട്ട് പോയേനെ. അങ്ങനെ വളയിടൽ ചടങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് എൻ്റെ ഒറിജിനൽ ലുക്ക്. പിന്നെ കുറേ പേര് പറയും മുടി ഉള്ളതാണ് ഭംഗി. അപ്പം ഞാൻ കരുതി ഒരു വിഗ് വെച്ചിട്ട് കൂടെ നിങ്ങൾക്കൊന്നും കൂടെ കാണിക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ വിഗ് എടുത്തു. വിഗ് ഞാൻ ചീകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് മുടി ഫ്രണ്ടിലോട്ട് ചീകിയിട്ടിട്ടാണ് വിഗ് വെക്കാറ്. അപ്പോഴും നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കുകയുള്ളൂ. പിന്നെ എൻ്റെ മുടിയും അതും ഏകദേശം മാച്ചിങ് ആണ്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ ഇത് വെളിയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല. പുറത്ത് പോകുമ്പോൾ ഞാൻ എൻ്റെ ഒറിജിനൽ ലുക്കിലേ പോകാറുള്ളൂ. എനിക്കിങ്ങനെ വെച്ച് കെട്ട് നടക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ നമുക്ക് മുടി വരുമ്പോൾ നമ്മളുടെ ഫേസിനൊരു ഫെമിനിറ്റി, അതായത് നമുക്ക് ലോങ് ഹെയറാണ് നമുക്കൊരു ഫെമിനിറ്റി ഉണ്ടാവുക. ട്രാൻസിന് പൊതുവെ ലോങ് ഹെയർ വേണം. എനിക്ക് പിന്നെ ഷോർട്ട് ഹെയറാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലത്. ട്രാൻസ്ജെൻഡേഴ്സിന് കൂടുതലും നമുക്ക് ലോങ് ഹെയർ ഉണ്ടെങ്കിൽ ഒരു ഫെമിനിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്യില്ല. അപ്പോൾ മുടി വെച്ചപ്പോൾ എൻ്റെ ഒരു ലുക്ക് അങ്ങോട്ട് മാറി, ടോട്ടൽ ലുക്ക് തന്നെ മാറി. അപ്പോൾ ഇതാണ് എൻ്റെ മുടി വെച്ചിട്ടുള്ള ഒരു ലുക്ക്. ഞാൻ ഈ മുടി വെച്ചത് നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ്. പുറത്ത് ഏതായാലും വെച്ചുകൊണ്ട് പോവില്ല. അങ്ങനെ ഫൈനൽ ലുക്ക് റെഡിയായി. അപ്പം ഞാൻ എൻ്റെ ഫുൾ ലുക്കൊന്ന് നിങ്ങൾക്ക് കാണിക്കുകയാണ്. എൻ്റെ മുടിയും പിന്നെ എൻ്റെ സാരി, എൻ്റെ ലുക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ഓണ വിശേഷം. അതായത് സാരി ഡ്രേപ്പിങ്ങിൻ്റെ ഫുൾ വീഡിയോ ചോദിച്ച ആൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓണാഘോഷ പരിപാടി പങ്കെടുത്ത് അതിൻ്റെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.